അച്ചായൻ ഈ മൊന്തയിലെ പാലുകൂടി ഒന്ന് നിർത്തരുതോ? ട്രേസ്യ കൊച്ചു ഗ്ലാസ്സിൽ ഒഴിച്ചു തരുമായിരുന്നല്ലോ. ഇങ്ങനെ കുടിക്കുന്നതാ എനിക്കിഷ്ടം. നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നായിക്കോലം കെട്ടിയാ കുറയ്ക്കണോന്നുണ്ട് പഴഞ്ചൊല്ല്. നായിന്റെ മോനെ നായേന്ന് വിളിച്ച നായിക്കുണ്ടോ നാണം എന്നും ഉണ്ടൊരു പഴഞ്ചൊല്ല്. നായിന്റെ മോനെ എന്തായാലും നായിന്റെ മോനെ എന്നൊരു പഴഞ്ചൊല്ലില്ല. ശരിയാ, വീട്ടുകാരല്ല എവിടെ ആയിട്ട് വരും? വീട്ടുപേര് നമ്മുടെ വടക്ക് കളിക്കല്ലേ. എന്റെ അപ്പന്റെ അപ്പനൊക്കെ വലിയ വെടിക്കാരായിരുന്നു. ഹണ്ടേഴ്സ്. ഞങ്ങൾ എന്തോരം കാട്ടുപന്നി, മുയല്, മയില്, കേരാമാൻ, കസ്തൂരിമാൻ. ആരായിരുന്നു എന്റെ മരുന്നെടുത്തോണ്ട് വരുന്നേ? ഇന്നും കൂടെ ഞാൻ എടുത്തോണ്ട് വരാം. ഗുഡ് ബോയ്. ബുൾഗോ മരുന്നെടുക്കാൻ പോയി. അഭിനയിച്ച മതി, ഇരുന്ന് കാണ്. പോടി പോടി. അറിഞ്ഞല്ല, കൃഷ്ണാപ്പിന്റെ കാര്യം പോലീസിനെ അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ ജഫിമോനെ ടിഫിൻ ബോക്സിലേക്ക് അയക്കുമെന്നാണ് അവന്മാര് പറഞ്ഞേക്കണത്. പറമ്പില് ജാതി പറിക്കാൻ പറ്റുന്നത് ഏടിയെടുത്ത അവന്മാര് കയറിയ ജാതി കൃഷ്ണാപ്പന്മാരാന്ന് നോക്കണേ. ഈ ജെഫിന്റെ മുറി ഏതാ? 88 ഞാൻ ഈ കഥ ഒരു തുളയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ കൊണ്ട് നോക്കാം എന്തുകൊണ്ട്. അപ്പച്ച 89 ജോലിക്കാർ ജാനുവിന്റെ പരാതി കിട്ടിയപ്പോ തന്നെ അമ്മച്ചി അത് അടച്ചു. എന്നെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയത്. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോക്കോളാം. എന്താപ്പാ, നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയല്ലേ ഇപ്പൊ കൊണ്ടിരിക്കണത്? നിന്റെ ഈ പോക്ക് കണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടാ ബുൾഗേറി മോനെ. ജെഫിനെ അവന് ബോധമില്ലപ്പാ. ജെഫിനെ ചായ വേണോടാ? ഓൻ വരൂല. ഓൻ നട്ടുച്ച വരെ കിടന്നുറങ്ങിയല്ലേ. ഇമ്പൾ ഇന്ത്യക്കാർക്ക് നട്ടുച്ച വരെ കിടന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മാതിരിയുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തെരഞ്ഞെടുപ്പാകുമ്പോ ജയവും തോൽവിയൊക്കെ സാധാരണയല്ലേ? അതെന്താ അങ്ങനെ? ഇപ്പൊ അങ്ങനെയൊന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാ. ഹിറ്റ്ലർ തോറ്റില്ലേ, മുസോളിനി തോറ്റില്ലേ? അല്ല, ഓരൊക്കെ ഏത് പഞ്ചായത്തിലേനു? അങ്ങനെ നോക്കുമ്പോ പെട്ടെന്നുണ്ട് ഒരു പച്ചമുളകോ കരിവേപ്പില കടുക് കൂട്ടി വറവിട്ടാ കറിയില്. ഇപ്പൊ അതിനെന്തോ ഒരു ഒളിമ്പിക്സ് എന്തോ ഒരു പേരുണ്ട്. ഈ വടിയായിട്ട് കുത്തി വന്ന് ചാടുന്നല്ലേ? പോൾ വാൾട്ട്. ഇപ്പൊ അങ്ങനെ അതിന്റെ പേര്? ഞാനന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണാരഞ്ചാട്ടം അതിന്റെ പേര്. പൈസ പോകില്ലാന്ന് ആരാണ് പറഞ്ഞത്? പോകില്ലാന്ന്. നോക്കി പോകും, ഞാൻ കാണിച്ചു തരാം. നോക്കിയാ ഈ ഇമ്പക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കാർ നോട്ടിറക്കാൻ തീരുമാനിച്ചപ്പോ എന്റെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ കൊടുക്കാൻ. ഞാൻ നോട്ടില്ലാത്ത വേറെന്താ എന്റെ ഫോട്ടോ വേണമെന്ന് വാശിരിക്കണേ. ഇത് ചെലവാവണ്ടേ? ഒരു ഒഴിവ്. ഈ ഒഴിവ് എന്തിനാ ഇട്ടെന്ന് അറിയോ? ഞാൻ ഏതെങ്കിലും കാലത്ത് എന്റെ ഫോട്ടോ കൊടുക്കുകയാണ് ഇവിടെ വെച്ചടിക്കാൻ. ഏതാ ഈ കരിഞ്ഞ പഴശ്ശിരാജ? ഏത് കരിഞ്ഞ പഴശ്ശിരാജ ആരാണ്? കരിഞ്ഞത് ഞാനാണോ നീയാണോ എന്ന് മേക്കപ്പ് അടിച്ചിട്ട് കാണാം. നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പൈസ കിട്ടും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കണം എല്ലാരും. എനിക്കല്ല പഠിച്ച് പാസ്സാവേണ്ടത്, നിങ്ങൾക്കാണ്. ഞാൻ പണ്ടേ പഠിച്ച് പാസ്സായതാ. ഈ കളിയും ചിരിയൊക്കെ മായും. ഇതൊക്കെ നിങ്ങൾ എപ്പോ അറിയോന്നറിയോ? എക്സാം എഴുതാതിരിക്കുമ്പോ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. എന്റെ ഫ്യൂച്ചർ പണ്ടേ സേഫ് ആക്കി. നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഇങ്ങനെ കിടന്ന് ഇവിടെ ഇല്ലാണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്നോട് ആരും ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ പഠിച്ചോ ഇല്ലെന്ന്. എന്താണ് അതിന്റെ പേര്? പ്രിയദർശൻ. ഓ, സാറായിരുന്നു. സാർ സംവിധാനം ചെയ്ത് ചന്ദ്രലേക്ക് ഞാൻ 12 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനൊരു പാട്ട് വരില്ലേ? ജബ ജബ. ഇതിനാടാ ഇവിടെ കരയുന്നത്? സാറിനെ പേടിച്ചിട്ടാ. പേടിക്കാനൊന്നുമില്ല, ഞാൻ വളരെ സോഫ്റ്റാ. എന്താണ് അതിന്റെ പേര്? പുതുമനയിലെ പഴയ അടിച്ചു തളിക്കാരി ജാനുവിന്റെ മകൻ. എന്റെ ഈ തടി അത് അവിടുത്തെ പഴങ്കഞ്ചിയും കാന്താരി മുളകും. എന്റെ ഈ ബുദ്ധി അത് അവിടെ നിന്ന് പറഞ്ഞു തന്ന അറിവ്. എന്റെ ഈ സൗന്ദര്യം അത് അവിടുത്തെ വേറെ ആരാണ്ടിനെ കണ്ടാ പറയില്ല കേട്ടോ. ഞാനിപ്പോ അച്ഛൻ മരിച്ചിട്ട് 3 കൊല്ലായി. അതുകൊണ്ട് അമ്മ സുഖമായിരിക്കണം. ഞാൻ ഈ മോളെ അവിചാരിതമായിട്ടാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറ്റി. എനിക്കിതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇന്ന് ഇവിടുന്ന് വിവാഹ സദ്യ കൊണ്ടിട്ടേ ഞാൻ പോകും. ഈ ബോഡി ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഈ കൈ കൊണ്ട് എത്ര പ്രാവശ്യം പഴങ്കഞ്ഞിയും കാന്താരി മുളകും ഞെരടി തന്നതാണ്. ഒരു പ്രാവശ്യം എന്റെ കണ്ണിന് തെച്ച് ദുഷ്ടത്തി.